ഗായ്സ്, ഇന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഗപ്പി ഫിഷസിനും ഒക്കെ നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഗായ്സ്, ഇതാണ് ഗായ്സ് നമ്മുടെ മിക്സ്ഡ് ഗപ്പീസ്. കണ്ട് തിളച്ച് മാറിയൊന്നുമില്ല, നല്ല രസമാണ് ഇതിങ്ങനെ തീറ്റ എടുക്കുന്നത് കാണാൻ വേണ്ടി. ഇത് നമ്മുടെ മിക്സഡ് ഗപ്പീസാണ് ഗായ്സ്. ഇതിപ്പോൾ നമ്മുടെ ബിഗ്ഗറിൻ്റെ കുഞ്ഞുങ്ങളാണ് ഗായ്സ്. അവർക്കും കൂടെ തീറ്റ എടുക്കും. കുഞ്ഞുങ്ങളായതുകൊണ്ട് അത്രയ്ക്ക് ആക്റ്റീവായിട്ട് തീറ്റ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല ഗായ്സ്. ഇനി ഇലക്ട്രിക് ബ്ലൂവിനെ കാട്ടിത്തരാവേ ഗായ്സ്. ഈ കാണുന്നതാണ് ഗായ്സ് നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ ഫിഷസ്. ഇതിന് നല്ലവണ്ണം കളറൊക്കെ കയറുകയാണ്. ഇപ്പം കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ടാണ് ഇതിന് വലിയ ഇതില്ലാത്ത. ഇതിനകത്തൊന്നും 3 കുറച്ച് പ്രായമുള്ളത്, 4 കുറച്ച് പ്രായമുള്ള മീനും പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്. ഇതും കുഴപ്പമില്ലാതെ തീറ്റുണ്ട്. എൻ്റെ ഒരു ഫീമെയിലും മെയിലും ഉണ്ടായിരുന്നു, 2 ചാടിപ്പോയി ഗായ്സ്. ഇത് വീണ്ടും നമ്മുടെ ബിഗ്ഗറിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളാണ്, കുറച്ച് കുഞ്ഞുങ്ങളുള്ള ഗായ്സ്. ഇനിയിപ്പം നമ്മൾ ഈ കാണുന്ന കുറച്ച് സൈസുള്ള പെല്ലറ്റ്സാണ് വിഷത്തിനൊക്കെ കൊടുക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഓസ്കാറാണ് ഗായ്സ്. ഓസ്കാർ അഗ്രസിയാണ്. പെല്ലറ്റും തന്നെ എല്ലാം തിന്നും ഗൈസ് നമ്മുടെ ഓസ്കാർ. പിന്നെ അവിടെ ഫ്ലവർ ഹോണിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലവർ ഹോൺ നല്ല അഗ്രസീവാണ് ഗൈസ്. കാട്ടിത്തരാ അടുത്ത് വന്ന് എടുക്കേണ്ടതാണ് എനിക്ക്. വരും ഗൈസ്, വന്ന് എടുക്കും. കുറച്ച് ബ്ലറാണെന്ന് തോന്നുന്നു. നമ്മൾ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ വെള്ളം മാറ്റിയതുകൊണ്ടായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ട് വന്ന് തീറ്റ എടുക്കാത്തത്. ഇനിയിപ്പം നമ്മൾ നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷിനും പിന്നെ ഷാർക്കിനും തീറ്റ കൊടുക്കാൻ പോവാണ്. ഷാർക്ക് വരുമോ എന്നറിയത്തില്ല, ഷാർക്കിന് നമ്മളെ പേടിയാണ്. ആൽബിനോ ക്യാറ്റ് ഫിഷ് അത് നമ്മളുമായിട്ട് ഇണങ്ങിയതാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വന്നു